വിശുദ്ധ സുവിശേഷം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലി കടലിന്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു. തത്സമയം മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരുടെ കാൽക്കൽ കിടത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യവും ഭാവികൾക്ക് മോചനവും ദുഃഖിതർക്ക് ആശ്വാസവും നൽകുന്ന കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളാൽ വലയുന്ന ഈ സഹോദരന് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. നിന്റെ കരസ്പർശത്താൽ ഈ സഹോദരനെ സുഖപ്പെടുത്തണമേ. രോഗങ്ങളും വേദനകളും സന്തോഷപൂർവ്വം സ്വീകരിച്ച് തിരുഹിതത്തിന് സ്വയം സമർപ്പിക്കുവാനുള്ള ശക്തിയും കൃപാവരവും നൽകി ഇയാളെ അനുഗ്രഹിക്കണമേ. സൗഖ്യത്തിന്റെയും നാഥേക്കും. രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവർ സുഖം പ്രാപിക്കുമെന്ന് ശിഷ്യന്മാരുടെ അടിച്ചില്ല. മിശിഹ നമുക്ക് സൗഖ്യമറിയട്ടെ. അവിടുന്ന് നിന്റെ പാപങ്ങൾ പുറത്ത് നിന്നെ ആശ്വസിപ്പിക്കട്ടെ. നിന്റെ ക്ലേശങ്ങളും സഹനങ്ങളും രക്ഷാകരമായി തീരുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. നിന്നെ ആശ്വസിപ്പിക്കുവാൻ തൻ്റെ സ്വർഗീയ ദൂതന്മാരെ അവിടുന്ന് നിയോഗിക്കട്ടെ. നിന്റെ പ്രിയപ്പെട്ടവരെയും നിന്നെ ശുശ്രൂഷിക്കുന്നവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മീയവും ശാരീരികവുമായ സൗഖ്യം ലഭിക്കുവാൻ പേരെന്തെന്ന് ജോസഫ് ലേപനം ചെയ്യപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദിവ്യമഹത്വം ദർശിച്ച നിന്റെ കണ്ണുകൾ നിനക്ക് പാപകാരണമായിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവവചനം ശ്രവിച്ച നിന്റെ കാതുകൾ നിനക്ക് പാപകാരണമായിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവകീർത്തനങ്ങൾ ആലപിച്ച നിന്റെ അധരങ്ങൾ നിനക്ക് പാപകാരണമായിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ ഉപയോഗിച്ച നിന്റെ കരങ്ങൾ നിനക്ക് പാപകാരണമായിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദേവാലയത്തിൽ സഞ്ചരിച്ച പാദങ്ങൾ നിനക്ക് പാപകാരണമായിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ